കോഴിക്കോട് വടകര ചോറാട് ദേശീയപാതയിൽ 9കാരിയെയും മുത്തശ്ശിയെയും ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയ കാർ 10 മാസത്തിന് ശേഷം പോലീസ് കണ്ടെത്തിയപ്പോഴും തീരാ ദുരിതത്തിൽ ആണ് ഇന്നും ഈ കുടുംബം. കോമയിൽ കഴിയുന്ന മകളുടെ ചികിത്സാ ചെലവ് താങ്ങാനാകാതെ കഷ്ടപ്പെടുകയാണ് കുടുംബം. ഫെബ്രുവരി 17-ന് രാത്രിയിലാണ് ദേശീയപാതയിൽ അമിതവേഗത്തിലെത്തിയ കാർ 9കാരി ദൃശാനയുടെയും മുത്തശ്ശി ബേബിയുടെയും ദേഹത്തേക്ക് പാഞ്ഞു കയറിയത്. ഇടിച്ച ശേഷം കാർ നിർത്താതെ പോയി. മുത്തശ്ശി തൊട്ടടുത്ത ദിവസം മരിച്ചു. ദൃശാന കോമ അവസ്ഥയിലായി. ഇടിച്ചിട്ട വാഹനം കണ്ടെത്താനുള്ള കുടുംബത്തിന്റെ ശ്രമങ്ങൾ അനിശ്ചിതമായി നീണ്ടു. അപകടം വരുത്തിയ ആളെ കണ്ടെത്തിയതിൽ സന്തോഷമുണ്ടെങ്കിലും മകളുമായി മുന്നോട്ടുള്ള ജീവിതം ചോദ്യചിഹ്നമാണ്. സമയമെടുത്ത് മാറുമെന്നാ പറയുന്നത്. അത് മാസങ്ങളാവും, വർഷങ്ങളാവും. എത്രയാന്ന് അവർക്കും പറയാൻ പറ്റൂല. ഓളെ എന്നുവെച്ചാല് ഷോക്ക് പേടിച്ച ഷോക്ക് മാറി കിട്ടിയാൽ തന്നെ ഓള് ഇതാവുന്നു, ബെറ്റർ ആവുന്ന പറഞ്ഞത്. എന്നാലും സമയം എടുത്തിട്ട് ശരിയാവുന്ന എല്ലാ ഡോക്ടർമാരും പറഞ്ഞത്. കുട്ടികളുടെ ഡോക്ടർ ആയാലും ന്യൂറോന്റെ ഡോക്ടർ ആയാലും ഇവിടുത്തെ തെറാപ്പിയിലെ ഡോക്ടർ ആയാലും എല്ലാം അങ്ങനത്തെ നമ്മളെ പരിചരണങ്ങളും നമ്മളിതും കൊണ്ട് ഓൾ അങ്ങനെ ഇമ്പ്രൂവ്മെന്റ് ആയി വരുന്ന പറഞ്ഞത്. അപകടമുണ്ടാക്കിയ പുറമേരി സ്വദേശി ഷജീൽ നിലവിൽ യുഎയിലാണ്. 19,000-ഓളം വാഹനങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് പോലീസിന് വാഹനം കണ്ടെത്താനായത്. കാർ മതിലിൽ ഇടിച്ചെന്ന് കാട്ടി ഇയാൾ ഇൻഷുറൻസിന് ശ്രമിച്ചു. ഇത് കേസിൽ നിർണായകമായി. അപകടം നടന്ന് 10 മാസങ്ങൾക്കിപ്പുറവും ദൃശാന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ചികിത്സയിൽ പുരോഗതിയുണ്ടെങ്കിലും കുട്ടി സാധാരണഗതിയിലേക്ക് എത്തണമെങ്കിൽ വർഷങ്ങളോളം ചികിത്സ വേണ്ടിവരും. തിങ്കളാഴ്ച ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും. തുടർ ചികിത്സയും ജീവിത ചെലവുകളുമടക്കം വൻ സാമ്പത്തിക ബാധ്യതകളാണ് കുടുംബത്തെ കാത്തിരിക്കുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. ദൃശാനയെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത്. ആ കുട്ടി ഇപ്പോഴും കോമ അവസ്ഥയിലാണ്. ഞങ്ങളുടെ റിപ്പോർട്ടിൽ തന്നെ ആ കുടുംബത്തെ സഹായിക്കേണ്ട അക്കൗണ്ടും മറ്റുമൊക്കെ നൽകിയിരുന്നു. ന്യൂസ് 18-ന്റെ യൂട്യൂബ് ചാനലിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ നമ്പറൊക്കെ നോട്ട് ചെയ്യാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ യൂട്യൂബിൽ റിപ്പീറ്റ് അടിച്ച് നമുക്കത് നോക്കാവുന്നതാണ്. സ്റ്റോറി അല്പസമയത്തിനകം ഈ വാർത്ത യൂട്യൂബിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യും. ദയവായി എല്ലാവരോടും ഈ പ്രഭാതത്തിൽ പറയാനുള്ളത്, നമുക്ക് കഴിയുന്നത് അത് 1 രൂപ എങ്കിൽ 1 രൂപ അങ്ങനെ പലരായി ചേരുമ്പോൾ ആ കുഞ്ഞിന്, ആ കുടുംബത്തിന് വലിയ ആശ്വാസമാകും.